ലാസ്റ്റ് ക്ലാസ്സിൽ ഈ പാലൻഡ്രോം ചെക്കിങ്ങിന്റെ പ്രോഗ്രാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ബ്രേക്കിന്റെ ടൈമിൽ ഒരു സ്റ്റുഡൻറ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു നോക്കിയിട്ട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ടൈപ്പ് ചെയ്ത പ്രോഗ്രാം അല്ല, കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു. അപ്പം അതിൽ എറർ വരാനായിട്ടുള്ള കാരണം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റുഡൻറ് ടൈപ്പ് ചെയ്ത പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഈ വേരിയബിൾ ഡിഫൈൻ ചെയ്ത് കട്ട് ചെയ്ത് മെയിൻ്റെ പുറത്ത് ഡിഫൈൻ ചെയ്തു. ഇത് ഇതിനോട് സിമിലർ ആയിട്ടുള്ള പ്രോഗ്രാം 2 ദിവസം മുമ്പ് ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരുന്നു. മെയിനിൻ്റെ പുറത്ത് വേരിയബിൾ ഡിഫൈൻ ചെയ്താൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൗട്ട് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇത് എക്സാമിന് മിക്ക സ്റ്റുഡൻസും തെറ്റിക്കാറുള്ള ഇതാണ്. ഈ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ മെയിൻ്റെ പുറത്ത് ഡിഫൈൻ ചെയ്യും. പുറത്ത് ഡിഫൈൻ ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു എറർ വരും, റൺ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ മെയിൻ എന്നുള്ള ഫങ്ഷൻ സ്റ്റാറ്റിക് ടൈപ്പിലെ ഫങ്ഷനായിട്ടാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എന്തെങ്കിലും വേരിയബിൾസ് അല്ലെങ്കിൽ ക്ലാസ്സിലെ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ക്ലാസ്സിലെ ഒരു ഫങ്ഷൻ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫങ്ഷൻ ആണെങ്കിൽ കോൾ ചെയ്യാൻ. ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ ഒരു വേരിയബിൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഫങ്ഷൻ കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വേരിയബിളിൻ്റെ ടൈപ്പ് ഒന്നില്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഫങ്ഷൻ്റെ ടൈപ്പ് സ്റ്റാറ്റിക് ആയിരിക്കണം. ഇവിടെ മെയിൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ മെയിൻ്റെ ഉള്ളിലായിരുന്നു വിചാരിക്കണം. മെയിൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ STR എന്നുള്ള വേരിയബിളും എഫും എൻ എന്നുള്ള വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വേരിയബിൾസ് ഒന്നും ക്ലാസിൻ്റെ മെമ്പർ വേരിയബിൾസ് അല്ല, ക്ലാസിൻ്റെ മെമ്പറായിട്ടല്ല ഡിഫൈൻ ചെയ്തിരുന്നത്. ക്ലാസിൻ്റെ ഉള്ളിലല്ല, ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ വേരിയബിൾസ് ആയത് ഫംഗ്ഷൻ്റെ വേരിയബിൾസ് ആ ഫംഗ്ഷനുള്ളിൽ നമുക്ക് ഓബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യാതെ യൂസ് ചെയ്യാം. ഈ ഫംഗ്ഷനുള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള വേരിയബിൾസ് ആണ്, ഫംഗ്ഷൻ്റെ ഉള്ളിലെ ലോക്കൽ ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഈ വേരിയബിൾ ഡിഫൈൻ ചെയ്യണത് ഫംഗ്ഷൻ്റെ ഔട്ട് സൈഡ് ആയിരുന്നു. അതായത് ക്ലാസിൻ്റെ മെമ്പറായിട്ട് ഫംഗ്ഷൻ്റെ ഔട്ട് സൈഡിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനിൽ നിന്ന് ആ വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കാരണം ഇത് 2 ക്ലാസിൻ്റെ വേരിയബിൾസ് ആണ്. ഈ വേരിയബിൾസ് ഈ ഫംഗ്ഷനുള്ളിൽ ഡിഫൈൻ യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ആദ്യം P10ൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓബ്ജക്റ്റ് നെയിം ഡോട്ട് വെച്ച് യൂസ് ചെയ്യണം. അത് ഇങ്ങനെയാണ് കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ n എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ STR എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ STR എന്നുള്ള വേരിയബിൾ ഈ ക്ലാസിൻ്റെ വേരിയബിളാണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഈ വേരിയബിൾസ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് P10 ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഓബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഈ വേരിയബിൾസ് നമ്മൾക്ക് അക്സസ് ചെയ്യാം. അപ്പോൾ എറർ വരില്ല. n എന്നുള്ളത് ക്ലാസിൻ്റെ വേരിയബിളാണ്. അപ്പോൾ ഓബ്ജക്റ്റ് നെയിം ഡോട്ട് n വെച്ചിട്ട് എടുക്കുക. അങ്ങനെ എല്ലായിടത്തും എവിടെയൊക്കെ ആ വേരിയബിൾ വരുന്നുണ്ടോ അവിടെ എല്ലാം ക്ലാസ്സിൻ്റെ മെമ്പർ വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ട് സ്റ്റാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ വേരിയബിൾ തൊട്ട് വാല്യൂ അസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ വാല്യൂ റീഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓബ്ജക്റ്റ് നെയിം ഡോട്ട് വെച്ചിട്ട് ആ വേരിയബിൾ എടുക്കണം. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എറർ വരില്ല. എറർ ചോദിച്ചാൽ ജസ്റ്റ് നോട്ട് ചെയ്തെടുത്തേക്കത്. നിങ്ങൾ എക്സാമിന് വേരിയബിളൊക്കെ എഴുതുമ്പോൾ മെയിൻ്റെ പുറത്തുള്ള രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ
ചിലപ്പോൾ മാർക്ക് കുറക്കാൻ ചാൻസ് ഇല്ല, ഇങ്ങനെ ചെറിയ മിസ്റ്റേക്ക് ആണ്. ചിലപ്പോൾ ഇത് കുറച്ച് മാർക്ക് കുറക്കാം, പക്ഷെ പോകാൻ റൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ റൺ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ വേരിയബിൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാണ്. പിന്നെ ആ വേരിയബിൾ യൂസ് ചെയ്യുന്ന പ്ലേസിലെല്ലാം ഓബ്ജക്റ്റ് നെയിം ഡോട്ട് വെച്ചിട്ട് ആ വേരിയബിൾ എടുക്കുക. ഓബ്ജക്റ്റ് നെയിം ഡോട്ട് എൻ, o1.n, o1.str.length, എവിടെയൊക്കെ ആ വേരിയബിൾ വരുന്നു അവിടെ എല്ലാം ഓബ്ജക്റ്റ് നെയിം കൂടി വന്നിട്ടാണ്. നിങ്ങൾ ഇല്ലാതെ റൺ ചെയ്ത് കാണിക്കാം. ഞാൻ ഓബ്ജക്റ്റ് കൊടുക്കാതെ റൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറേ എറേഴ്സ് വരും. ആ വേരിയബിൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ എറർ വന്നിട്ടുണ്ടാകും. അത് വന്നിട്ട് എറർ എന്ന് വെച്ചാൽ നോൺ സ്റ്റാറ്റിക് വേരിയബിൾ സ്റ്റാറ്റിക് ഫംഗ്ഷനുള്ളിൽ യൂസ് ചെയ്യുന്നുള്ള രീതിയിലെ മീനിങ്ങുള്ളവർ തന്നെ സാധനങ്ങൾ. അത് ഫംഗ്ഷൻ സ്റ്റാറ്റിക് ആണ്, വേരിയബിൾ സ്റ്റാറ്റിക് അല്ല. സ്റ്റാറ്റിക് ടൈപ്പിലെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റാറ്റിക് ടൈപ്പിലെ വേരിയബിൾസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓബ്ജക്റ്റ് യൂസ് ചെയ്തെടുക്കണം. പിന്നെ എളുപ്പ വഴി എന്ന് വെച്ചാൽ ഓബ്ജക്റ്റ് ക്രിയേറ്റ് സിന്റാക്സ് എന്ന് അറിയാൻ പാടില്ല, ഇവിടെയൊക്കെ സ്റ്റാറ്റിക് കൊടുക്കുക. വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് കൊടുക്കുക. എറർ വരില്ല. റൺ ചെയ്യാം. str എന്നുള്ള വേരിയബിൾ, എഫിന്റെ വേരിയബിൾ എന്നുള്ള വേരിയബിൾ സ്റ്റാറ്റിക് ടൈപ്പിലെ മെയിനിനുള്ളിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ വേരിയബിൾ സ്റ്റാറ്റിക് ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റാറ്റിക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. പ്രോഗ്രാമിന്റെ ഓരോ സിറ്റുവേഷൻ കൊണ്ട് ഏത് ടൈമിൽ സ്റ്റാറ്റിക് കൊടുക്കേണ്ടത് കൊടുക്കാത്തതൊക്കെ ഉണ്ട്. അങ്ങനെ സ്റ്റാറ്റിക് കൊടുത്തിട്ടില്ലെങ്കിൽ ആ വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സെയിം ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് നെയിം ഡോട്ട് വെച്ചിട്ട് ഈ വേരിയബിൾ എടുക്കുക. സ്റ്റാറ്റിക് ടൈപ്പിലെ ഫംഗ്ഷന്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റാറ്റിക് ടൈപ്പിലെ വേരിയബിൾസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റൂൾ ഉണ്ട് ജാവയിൽ. നമ്മളിവിടെ str എന്ന് കൊടുക്കുമ്പോൾ str എന്നുള്ള വേരിയബിൾ സ്റ്റാറ്റിക് ടൈപ്പിലെ വേരിയബിൾ അല്ല, അത് മെയിൻ പുറത്താണ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ മെയിനുള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തെന്ന് വിചാരിക്കാം. ഇൻറ്റു w എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റിക് ടൈപ്പിലെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് സ്റ്റാറ്റിക് തന്നെ ആയിരിക്കും. നമ്മളിവിടെ സ്റ്റാറ്റിക് ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിലും w എന്നുള്ള വേരിയബിൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാറ്റിക് ആയിട്ട് മാറും. കാരണം സ്റ്റാറ്റിക് ടൈപ്പിലെ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള എല്ലാ വേരിയബിളും സ്റ്റാറ്റിക് തന്നെ ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അതുകൊണ്ടാണ് w=0 എന്ന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ w വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യുമ്പോൾ എറർ വരാത്തത്. ഡൗട്ട് ചോദിച്ചാൽ ഒരു ക്ലിയർ ആയെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. മെയിന് പുറത്ത് വേരിയബിൾസ് ഡിഫൈൻ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായിട്ട് അങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് അറിഞ്ഞിരിക്കാൻ. ലാബ് തുടങ്ങുമ്പോൾ കാരണം ഇതൊക്കെ എക്സാമിന് ഇങ്ങനെ ചെറിയ മിസ്റ്റേക്ക് എന്നതിന്റെ കാര്യം തീരെ എക്സാമിന് കാര്യമായിട്ട് മാർക്ക് കുറക്കാൻ വഴിയില്ല, മാർക്ക് കുറക്കാൻ വഴിയുള്ളൂ കുറച്ച് തന്നെ. പക്ഷെ ഇത് ലാബൊക്കെ ചെയ്യുമ്പോൾ ലാബ് ഇങ്ങനെ റൺ ചെയ്ത് കാണിക്കേണ്ട. പക്ഷെ റൺ ചെയ്ത് കാണിക്കാനായിട്ട് ഇന്ന് ചെറിയൊരു എററാണെന്നുണ്ടെങ്കിലും പോകാൻ റൺ ചെയ്യാൻ പറ്റില്ല, പിന്നെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടില്ല, അപ്പോൾ നല്ല മാർക്ക് കുറയും. പിന്നെ ലാബിലൊക്കെ പറയുമ്പോൾ ഔട്ട്പുട്ട് കിട്ടിയാലും മാർക്ക് കിട്ടുള്ളൂ, കൂടുതൽ കിട്ടുള്ളൂ. റൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാർക്ക് നല്ലോണം പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം അറിഞ്ഞിരിക്കുക. ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ മിക്കവാറും നമുക്ക് ഈ മെയിൻ്റെ ഉള്ളിൽ തന്നെ വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ട് സൊല്യൂഷനിലോട്ട് എത്താൻ പറ്റും. പ്രോഗ്രാം വലുതാകാൻ ദൂരമാണ് ചിലപ്പോൾ ഈ മെയിൻ്റെ പുറത്ത് വേരിയബിൾസ് ഒക്കെ ഡിഫൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത്.
ഒരു ഇപ്പം അടുത്തെടുക്കാൻ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഫിഫ്ത്ത് മോഡ്യൂളിലും വരുന്നുണ്ട്. GUI റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എടുക്കേണ്ടത്. GUI എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള കൂടുതലൊക്കെ നെക്സ്റ്റ് മോഡ്യൂളിലാണ് വരുന്നത്, ഫിഫ്ത്ത് മോഡ്യൂളിലുള്ളത്. പക്ഷെ ഫോർത്ത് മോഡ്യൂളിൽ ഇവരൊരു ഇവന്റ് എന്നുള്ളൊരു കാര്യം ടോപ്പിക് ഇട്ടിട്ടുണ്ട്. അത് GUI പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പോകാൻ റൺ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. ഇവന്റിൻ്റെ ഒരു ബേസിക്സ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഫോർത്ത് മോഡ്യൂൾ പഠിക്കണം. അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ടോപ്പിക് പോലെ തോന്നാം. നിങ്ങൾ നോട്ട് ബുക്കിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വായിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ അത് കയറി വരും. പക്ഷെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫ്ലോ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് പ്രത്യേക ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഒരു ഇവന്റ് എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. പ്രൊജക്റ്റ് പോലെ അല്ലെങ്കിൽ വലിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ GUI ഉള്ള പ്രോഗ്രാംസ് ചെയ്യേണ്ടി വരും. അതിന് അറിയേണ്ട ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവന്റ് എന്നുള്ളത്. അതിൽ ജസ്റ്റ് ഇവന്റ് എന്താണെന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് അറിയാം. ഇവന്റ് പോലെ മൗസ് ക്ലിക്ക് ചെയ്യുക, മൗസ് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ടെക്സ്റ്റ് ഫീൽഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ബാർ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ മൗസ് മൂവ് ചെയ്യണത്, അങ്ങനെ കുറേ ഈ യൂസർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവന്റ് എന്നുള്ള ഇതിൽ വരും. പിന്നെ കുറച്ച് ജനറലായിട്ട് ഇവന്റ് എന്നുള്ള ഏറ്റവും ടോപ്പ് ലെവലിൽ നോക്കുമ്പോൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. യൂസർ എന്താണ് ചെയ്യുന്നത് ബേസിക് ആയിട്ട് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ പ്രോഗ്രാമിൽ യൂസറിന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനാണ് ഇവന്റ് എന്ന് പറയുന്നത്. ഒരു യൂസർ ചെയ്യുന്ന ഒരു കാര്യം എല്ലാ കാര്യവും ഇവന്റ് ആകണം എന്നില്ല. യൂസറിന്റെ ഒരു എന്തൊരു കാര്യം ചെയ്യുന്നു വിചാരിക്കുക, ആ കാര്യം ഇവന്റ് ആകണം എന്നുണ്ടെങ്കിൽ യൂസർ ചെയ്യണത് തന്നെ ആകണം എന്നില്ല. പ്രോഗ്രാമിന്റെ ഉള്ളിൽ പ്രോഗ്രാമിന് ഇവന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരാൾ ചെയ്യണ കാര്യം മാത്രം ഇവന്റ് ആകണമെന്ന് അങ്ങനെ റൂളൊന്നുമില്ല. പ്രോഗ്രാമിന്റെ ഉള്ളിൽ കോഡിൽ ചിലപ്പോൾ ഒരു പ്രത്യേക സംഭവം നടക്കുമ്പോൾ അത് ചിലപ്പോൾ ഇവന്റായിട്ട് മാറാം. ഇവിടെ കുറച്ച് ഇവന്റ്സ് വേണമെങ്കിൽ എടുത്ത് കാണിച്ച് ഇപ്പോൾ ഈ നോട്ടുള്ളത് എക്സ്പ്ലനേഷൻ പിന്നെ വരുന്നുണ്ട്. ജാവയുള്ള കുറച്ച് ഇവന്റ്സ് ജസ്റ്റ് അതിനൊരു ബേസിക് ആയിട്ട് ആക്ഷൻ ഇവന്റ് എന്നുള്ള ഇവന്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെ അതെല്ലാം നിങ്ങൾ പഠിക്കേണ്ട അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ് എന്നുള്ളൊരു ഇവന്റ് ഉണ്ട്. ഐറ്റം ഇവന്റ് എന്നുള്ള ഇവന്റ് ഉണ്ട്. പിന്നെ കമ്പോണന്റ്, കീ ഇവന്റ്, മൗസ് ഇവന്റ്, വിൻഡോ ഇവന്റ്, അങ്ങനെ കുറെ പല ടൈപ്പിൽ ഇവന്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരു 2 ഇവന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവന്റിന്റെ ശരിക്കും ഒരു എന്താ സംഭവം, ഇവന്റ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കുമ്പോൾ അതിന് 2-3 കണ്ടീഷൻസ് ഉണ്ട്. അതിനകത്ത് അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് എളുപ്പമായിരിക്കും. അതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം. ഇവന്റ് ഇപ്പോൾ ഒരു മലയാളത്തിൽ പറഞ്ഞെങ്കിൽ എന്തോ ഒരു സംഭവം നടന്നു എന്നുള്ളത് ഇവന്റ് പകരം എന്നുള്ള ഇംഗ്ലീഷ് വേർഡിന് പകരം നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ഇത് വേണമെങ്കിൽ ഒരു സംഭവം നടന്നു എന്നുള്ള പറയാം. എന്തോ കാര്യം നടന്നു, ആ കാര്യം നടന്നിട്ട് ആ കാര്യം ഇവന്റ് ആകണം എന്നുണ്ടെങ്കിൽ
ഒരു 2-3 കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ആ ഇവന്റ് സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ ഉണ്ടാവും, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ സംഭവം ഉണ്ടാക്കിയ ഒരു കോഡ് ഉണ്ടാവും. മൗസ് ക്ലിക്ക് ചെയ്യാൻ, ഞാനൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനാ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ കാര്യം വിടുക, പ്രോഗ്രാം പോയിന്റ് ഓഫ് വ്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ബട്ടണിന്മേൽ നടക്കുന്ന ക്ലിക്കാണ് അതിന്റെ ഒരു സോഴ്സ്. ഒരു ക്ലിക്ക് എന്നുള്ള സംഭവം നടന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ വിചാരിക്കണ്ട, നമ്മുടെ പ്രോഗ്രാം പുറത്തുള്ളതുകൊണ്ട് നമ്മുടെ കാര്യം വിചാരിക്കരുത്. പ്രോഗ്രാമിനുള്ളിൽ നടക്കുന്ന കാര്യം മാത്രം വിചാരിക്കുക. ബട്ടണിൽ ഒരു ക്ലിക്ക് നടന്നു, അപ്പൊ ക്ലിക്ക് അവിടെ ഒരു ഇവന്റ് നടന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മൗസ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി വിചാരിക്കുക, അല്ലെങ്കിൽ മൗസ് പോയിന്റിന്റെ അവിടെ ശരിക്കും ഒരു ഇവന്റ് നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രോൾ ബാർ ഇങ്ങനെ നമ്മൾ വലിച്ച് താഴോട്ടിട്ട് അപ്പോൾ ഇവന്റ് നടന്നിട്ടുണ്ട്. നമ്മൾ വിൻഡോ മിനിമൈസ് ചെയ്ത് അപ്പോൾ അവിടെ ഒരു ഇവന്റ് നടന്നു. ഈ ഓരോ കേസ് പറയുമ്പോൾ ഒരു ഇവന്റ് ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു സോഴ്സ് ഉണ്ടാവും. ആ സോഴ്സാണ് ആ ഇവന്റ് ഉണ്ടാക്കിയത്. ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ഒരു ഇവന്റ് എക്സാമ്പിൾ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് നടന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ബട്ടണാണ്. ആ ബട്ടണിൽ നിന്നാണ് ആ ക്ലിക്കിംഗ് എന്നുള്ള ഇവന്റ് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ബട്ടൺ വേണമെങ്കിൽ സോഴ്സ് ആകാം. അല്ലെങ്കിൽ മൗസ് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ വേണമെങ്കിൽ മൗസിനെ അതിന്റെ സോഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ മൗസിന്റെ കർസർ മൗസിന് വേണമെങ്കിൽ മൗസിനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്ക്രോൾ ബാർ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രോൾ ബാർ ആണ് എന്തോ ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ആ സ്ക്രോൾ ബാർ സോഴ്സ് ആകാം. പിന്നെ നമ്മൾ വിൻഡോ മിനിമൈസ് ചെയ്യുന്നു. മിനിമൈസ് ബട്ടൺ വേണമെങ്കിൽ സോഴ്സ് ആയിട്ട് പറയാം. കാരണം ജനറലായിട്ട് ജാവയുടെ ഒരു ഇത് പറയണമെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ വിൻഡോയാണ് അതിന്റെ സോഴ്സ് ആക്കണം. ആ വിൻഡോ എന്നാണ് മിനിമൈസ് അല്ലെങ്കിൽ ക്ലോസ് എന്നുള്ള ഇവന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ടെസ്റ്റ് ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ടെസ്റ്റ് ഫീൽഡിൽ നിന്ന് ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ഫീൽഡ് ഒരു സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇവന്റ് നടക്കുമ്പോൾ എവിടെ നിന്നാണ് ആ സോഴ്സ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇവന്റ് തുടങ്ങുന്നത് അതിനൊരു സോഴ്സ് എന്ന് പറയാം. നമ്മുടെ ജിയോയിലുള്ള ഏതെങ്കിലും ഒരു കമ്പോണന്റ് ജിയോ കമ്പോണന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാമിനുള്ളിൽ ഒരു ഓബ്ജക്റ്റ് ആകാം, അല്ലെങ്കിൽ മെമ്മറിയിലുള്ള എന്തെങ്കിലുമൊക്കെ ആകാം. ഇങ്ങനെ ഒരു സോഴ്സ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഉള്ളതെന്ന് വെച്ചാൽ ഇവന്റ് ഓബ്ജക്റ്റ് ഉണ്ടാവും. അതായത് ഇവന്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ഒരു ഇവന്റ് കംപ്ലീറ്റ് ആണെങ്കിൽ സോഴ്സ് ഉണ്ടാകും, ഒരു ഇവന്റ് ഓബ്ജക്റ്റ് ഉണ്ടാകും, പിന്നെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞുതരാം. അതൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവന്റ് നടന്നു എന്ന് വിചാരിക്കാം. ബട്ടണിൽ നിന്ന് ഒരു ഇവന്റ് പുറത്തോട്ട് വരുന്നുണ്ട്. അത് ബട്ടൺ മാത്രം പറഞ്ഞാൽ ഇവന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല.
ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റത്തിൽ നമ്മൾ അറിയണമെന്നില്ല, ബാക്ക്ഗ്രൗണ്ടിൽ OSന്റെ ഹെൽപ്പോട് കൂടിയൊക്കെ ഒരു ഇവന്റിന്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ബട്ടണിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടണാണ് റൈറ്റ് ബട്ടണാണ് ക്ലിക്ക് ചെയ്തത്, ഡബിൾ ക്ലിക്കാണ് ചെയ്തത്, ഏത് ബട്ടണിലാണ് ക്ലിക്ക് ചെയ്തത്. കാരണം നമ്മൾ ഈ ഒരു വിൻഡോയിൽ ഒരു ബട്ടൺ ആയിരിക്കില്ല, 5-6 ബട്ടൺസ് അവിടെ പല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്തത്, ബട്ടൺ ഏത് ലൊക്കേഷനിലാണ് ക്ലിക്ക് ചെയ്തത്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ OS ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുപിടിച്ചിട്ട് ആ ഡീറ്റെയിൽസ് ഉള്ള ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഓബ്ജക്റ്റ് പ്രോഗ്രാമിൽ ഓട്ടോമാറ്റിക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമ്മൾ മൗസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇവന്റിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ഏത് XY കോർഡിനേറ്റിലാണ് ക്ലിക്ക് ചെയ്തത്, ലെഫ്റ്റ് ആണ് റൈറ്റ് ആണ് ക്ലിക്ക് ചെയ്തത്, ഡബിൾ ക്ലിക്ക് ആണ്, സ്ക്രോളിംഗ് ആണ്, എന്താണ് ചെയ്തെന്നുള്ള രീതിയിലുള്ള ഡീറ്റെയിൽസ് വെച്ചാൽ നമ്മൾ ചെയ്ത സംഭവത്തിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു ഓബ്ജക്റ്റ് സോഴ്സിൽ എന്തോ സംഭവം ഉണ്ടായി, ആ ഉണ്ടാക്കിയ സംഭവത്തിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ തന്നെയാണ് ശരിക്കും ഇവന്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോഴ്സ് എന്തോ കാര്യം പുറത്തോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അത് സ്ക്രോൾ ബാർ നമ്മൾ മൂവ് ചെയ്യിക്കുന്നു വിചാരിക്കാം. സ്ക്രോൾ ബാറൊക്കെ മൂവ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ എത്രത്തോളം മൂവ് ചെയ്യിക്കുന്നു എന്നുള്ളതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനനുസരിച്ചും ആ വിൻഡോയിലെ കാര്യങ്ങൾ പറഞ്ഞത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് മൂവ് ചെയ്ത്, ടോപ്പിലോട്ടാണ് ബോട്ടത്തിലോട്ടാണ് മൂവ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ്. ഞാൻ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഓബ്ജക്റ്റ് OS അല്ലെങ്കിൽ അവിടെ സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കുന്നുണ്ടാവും. അതുപോലെ ടെസ്റ്റ് ഫീൽഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അതാണ് ആൽഫബറ്റ്സ് ആണ് ടൈപ്പ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റർ കീയാണ് ടൈപ്പ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ മൗസ് ക്ലിക്ക് ആയിരുന്ന ഇതൊക്കെ വെച്ചിട്ട് ടെസ്റ്റ് ഫീൽഡും ലാസ്റ്റ് നടന്ന ഇവന്റിന്റെ ഡീറ്റെയിൽസ് വെച്ചുള്ള ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോഴ്സ് ഉണ്ട്, നടന്ന ഇവന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ജാവയിൽ ഒരു ഇവന്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ടാവും, ഇവന്റ് ലിസണർ എന്നുള്ള സംഭവമുണ്ട്. ബാക്കി ഡെസ്റ്റിനേഷൻ എഴുതിക്കുക. ജാവയുടെ ടൈമിൽ ലിസണർ എന്നാ പറയാറ്. മറ്റേ ഇപ്പോൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇവന്റിന് സോഴ്സ് ഉണ്ടാവും. ഇവന്റ് സോഴ്സിന് ഏതാ സോഴ്സിന് ഏതായാലും മതി. ഇവന്റ് ലിസണർ ഉണ്ടാവും, ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. ഇവന്റ് ലിസണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നും കൂടി ചേർന്നാൽ ഒരു ഇവന്റ് ശരിക്കും കംപ്ലീറ്റ് ആവുള്ളൂ. ജാവയുടെ രീതി അനുസരിച്ച് ഒരു ഇവന്റ് ഇത് മൂന്നും ചേർന്നതാണ് ഇവന്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് എന്നുള്ള ഇവന്റ് നടന്ന് ഇന്ന ലൊക്കേഷനിൽ ഇന്ന ബട്ടണിൽ ലെഫ്റ്റ് ക്ലിക്ക് അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്കാണ് ചെയ്തത് അല്ലെങ്കിൽ ഡബിൾ ക്ലിക്കാണ് ചെയ്തെന്നുള്ള ഇൻഫർമേഷൻ വെച്ചുള്ള ഓബ്ജക്റ്റ് ഉണ്ടായി. ഞാൻ ബട്ടണും ക്ലിക്ക് ചെയ്ത് ഓബ്ജക്റ്റ് ഉണ്ടായി, പക്ഷെ അതുകൊണ്ട് ആ ഇവന്റ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. ഇവന്റ് കംപ്ലീറ്റ് ആകണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഇത് കാരണം വർക്ക് കാരണം അല്ലെങ്കിൽ ഞാൻ ചെയ്ത ടാസ്ക് കാരണം അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ കാരണം സിസ്റ്റത്തിൽ അതിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്തോ സംഭവിക്കാനുണ്ട്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ചെയ്യേണ്ട കാര്യമുണ്ട്. അതും കൂടി ചേർന്നാൽ ശരിക്കും ഒരു ഇവന്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാനിവിടെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സ്ക്രോൾ ബാറിൽ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കണേ, ഡ്രാഗ് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അപ്പൊ സ്ക്രോൾ ബാർ സോഴ്സ് ആയി ഞാൻ മുകളിലോട്ടാണ് താഴത്തോട്ടാണ് ഡ്രാഗ് ചെയ്യണം എന്നുള്ള OS ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ ഇവന്റ് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഇവന്റ് ഡീറ്റെയിൽസ് ഉള്ള സംഭവം. പക്ഷെ അതുകൊണ്ട് മാത്രം ഇവന്റ് തീർന്നില്ല. കാരണം OS അല്ലെങ്കിൽ വേർഡിന്റെ സോഫ്റ്റ്വെയർ ഈ ഞാൻ മൂവ് ചെയ്യിക്കൊണ്ട് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് വിൻഡോയിലെ കണ്ടന്റ് മാറ്റി തരുന്നുണ്ട്, മുകളിലോട്ട് താഴോട്ട് മാറ്റി തരുന്നുണ്ട്. അപ്പൊ എൻ്റെ ഈ വർക്ക് പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്നുള്ളത് ഞാൻ ഈ ചെയ്യുന്ന ഇവന്റ് വേറെ ആരോ ഈ സിസ്റ്റത്തിലെ ഏതൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമത്തിലെ പാർട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമാണ് എനിക്ക് ഇവിടെ എൻ്റെ വേർഡ്സ് അല്ലെങ്കിൽ പോയിന്റ്സും മുകളിലോട്ടും താഴോട്ടും മാറ്റി തന്നെ. ഇത് മൂന്നും കൂടി ചേർന്നാല്
മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് കാര്യം സ്ക്രോൾ ബാർ. സെക്കൻഡ് കാര്യം ഈ സ്ക്രോൾ ബാറിൽ നിന്ന് ജനറേറ്റ് ആവുന്ന ഇവന്റ് ഡീറ്റെയിൽസ്, മുകളിലോട്ട് മൂവ് ചെയ്യിപ്പിച്ചു, സ്പീഡ് മൂവ് ചെയ്യിപ്പിച്ചു എന്നുള്ള ഇൻഫർമേഷൻ ഉള്ള കാര്യം ആ സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ട് എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഏതൊരു പ്രോഗ്രാമത്തിന്റെ ഏതൊരു പാർട്ടിങ് വർക്ക് ചെയ്യുന്നുണ്ട്, അതാണ് ലിസണർ. ആ ലിസണർ എന്നുള്ള സംഭവം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഈ സ്ക്രോൾ ബാർ മൂവ് ചെയ്യിക്കുന്നുണ്ടെന്നുള്ളത് ആ ലിസണർ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഈ മൂവ് ചെയ്യിക്കുമ്പോൾ ഇൻഫർമേഷൻ അതിങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ ആ ഇൻഫർമേഷൻ ആ ലിസണറിലോട്ട് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ആ പ്രോഗ്രാമാണ് ഈ കണ്ടന്റ് എനിക്ക് മുകളിലോട്ട് താഴോട്ടൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യണത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇവന്റെ ഇമ്പോർട്ടൻ്റ് ആയ എസ്എ ക്വസ്റ്റ്യൻ ആണ്. എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ മൂന്ന് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. അത് വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. പ്രോഗ്രാം പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് അതിന്റെ കോംപ്ലിക്കേഷൻ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഈ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് അറിഞ്ഞിരുന്നാലേ ഇവന്റിൽ നിന്നുള്ള എസ്എ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് പോർഷൻ പഠിക്കാൻ പറ്റുള്ളൂ. കുറെ GUI കമ്പോണൻസ് ചിലപ്പോൾ ഇവന്റ് സോഴ്സ് ആകാം, അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ഒരു പാർട്ട് തന്നെ ഇവന്റ് സോഴ്സ് ആകാം. ഇവന്റ് സോഴ്സിന് എന്തോ ഒരു സംഭവം നടക്കുമ്പോൾ അതിന് എന്തോ ഒരു ഇൻഫർമേഷൻ വേറെ എന്തിലോട്ട് പാസ് ചെയ്യാനുണ്ട്. ഇവന്റിന് എന്തൊരു സോഴ്സ്, അവിടെ എന്തോ സംഭവം നടന്നു, ആ നടന്ന സംഭവത്തിന്റെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് പാസ് ചെയ്യും. മൂന്നാമത്തെ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഡെസ്റ്റിനേഷനിൽ ഏതോ ഒരു കോഡുണ്ട്, ആ കോഡ് ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ ഫസ്റ്റിൽ നിന്ന് എന്തോ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന് എന്തോ ഒരു ഇൻഫർമേഷൻ ഇവന്റ് ഒബ്ജക്റ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഈ ഡെസ്റ്റിനേഷൻ ലിസണറിലോട്ട് എത്തുന്നുണ്ട്. ആ ലിസണർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന ആ ഇവന്റ് വരുമ്പോൾ ഇന്ന കാര്യം ചെയ്യണമെന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, അത് ചെയ്തോളും. കാരണം ഞാനിങ്ങനെ മൗസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സ്ക്രോൾ ബാർ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വിൻഡോയിലെ കണ്ടന്റ് മുകളിലോട്ടും താഴോട്ടും പോകാനായിട്ടുള്ള രീതിയിൽ കോഡ് ഇല്ലായിരുന്നു വെച്ചെങ്കിൽ ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, അത് മൂവ് ചെയ്ത് മാത്രമുള്ളതൊന്നും ബാക്ക്ഗ്രൗണ്ട് നടക്കില്ല. എന്തൊരു ഇവന്റ് അല്ലെങ്കിൽ സ്ക്രോൾ ബാറിൽ നടക്കുന്ന ഒരു ഇവന്റ് നടക്കുമ്പോൾ വേറെ ഒരു പ്രോഗ്രാമത്തിന്റെ പാർട്ട് ലിസണറായിട്ട് നിന്നിട്ട് അത് കണ്ടുപിടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ മൗസ് സ്ക്രോൾ ബാർ ഡ്രാഗ് ചെയ്യുന്നുള്ളത് ആ ലിസണർ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുപിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലിസൺ ചെയ്ത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ലിസണറിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. പിന്നെ അറിയേണ്ട ഒരു വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഒരു GUI പ്രോഗ്രാം എഴുതുന്നതായിരിക്കാം, അതിലൊരു ബട്ടൺ ഉണ്ടാവും, അപ്പോൾ ഓക്കെ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ ക്യാൻസൽ എന്നുള്ള ബട്ടൺ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം ഇതുപോലെ ടെസ്റ്റ് ഫീൽഡ് ഉണ്ടാവും, ടൈപ്പ് ചെയ്യാൻ വേണ്ടി T9 എന്നുള്ള ടെസ്റ്റ് ഫീൽഡ് അതേപോലെ T-pass എന്നുള്ള ടെസ്റ്റ് ഫീൽഡ്. ടെസ്റ്റ് ഫീൽഡും ബട്ടണൊക്കെ സോഴ്സ് ആവാൻ ചാൻസ് ഉള്ളതാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്ത GUI കമ്പോണൻസ്, ഇതൊക്കെ സോഴ്സ് ആകാം. ഇങ്ങനെ ഒരു ഇപ്പൊ ഈ ബട്ടണിൽ തന്നെ ഈ ജാവയിലൊരു 10-15 ടൈപ്പിലെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ട്. ഈ
ഈ ഓക്കെ എന്നുള്ള ബട്ടണിൽ പല ടൈപ്പ് ഇവന്റ്സ് ഉണ്ടാകാം. ഞാനിവിടെ ആദ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഇവിടെ ഞാൻ കാണിച്ചു തന്നെ. ഇപ്പൊ ആക്ഷൻ ഇവന്റ് എന്നുള്ള ഒരു ഇവന്റ് ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് അതിന്റെ ഡീറ്റെയിൽസ് പിന്നീട് പറഞ്ഞുതരാം. അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ് എന്നുള്ള ഒരു ഇവന്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഐറ്റം ഇവന്റ് ഉണ്ടെന്ന് പറഞ്ഞ്, പിന്നെ അതേപോലെ കമ്പോണന്റ് ഇവന്റ്, കീ ഇവന്റ്, മൗസ് ഇവന്റ്, വിൻഡോ ഇവന്റ്, പിന്നെ കുറേ ഇവന്റ്സ് ഉണ്ട്. പക്ഷെ ഇതില് ഈ ഓക്കെ എന്നുള്ള ബട്ടണിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബട്ടണിൽ നിന്ന് പല ടൈപ്പിൽ ഇവന്റ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു ഇവന്റിനാണ് ഈ ആക്ഷൻ ഇവന്റ് എന്ന് പറയുന്നത്. ആക്ഷൻ ഇവന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ഷൻ ഇവന്റ് എന്നുള്ള ഇവന്റ് ആണ് നടക്കുന്ന കാര്യത്തിന് കിട്ടുന്ന ജാവയുടെ ഒരു നെയിമാണ് ആക്ഷൻ ഇവന്റ് എന്നുള്ളത്. ജാവയിൽ ഈ ക്ലിക്ക് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ക്ലിക്ക് എന്നുള്ള സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ജാവ പറയണത് ആക്ഷൻ ഇവന്റ് എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ് എന്നുള്ളത് സ്ക്രോൾ ബാറിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭവമൊക്കെയാണെന്നുണ്ടെങ്കിൽ കാര്യമാണ് അങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഇവന്റ് ജാവ പറയണ വേറെ അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ് എന്നുള്ളത്. ഐറ്റം ഇവന്റ് എന്നുള്ളത് ഇപ്പൊ എന്തെങ്കിലും കാര്യം സെലക്ട് ചെയ്യുക, ചെക്ക് ബോക്സ് റേഡിയോ ബട്ടണിലൊക്കെ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവം കാണുന്നുണ്ടെങ്കിൽ ഐറ്റം ഇവന്റ് എന്നുള്ള ഗ്രൂപ്പിൽ വരും. പക്ഷെ ഇങ്ങനെ ഓരോ പല ടൈപ്പിലെ ഇവന്റ്സ് ഉണ്ടെന്ന് ടെസ്റ്റ് മനസ്സിലാക്കുക. ഈ ഒരു ബട്ടണിൽ തന്നെ പിന്നെ ഒരു ഫോക്കസ് ഇവന്റ് എന്നുള്ള സംഭവമൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ബട്ടണിൽ തന്നെ രണ്ട് ടൈപ്പിലാണ്, രണ്ടിൽ കൂടുതൽ ടൈപ്പിൽ ഇവന്റ്സ് ബട്ടണിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് ക്ലിക്ക് എന്നുള്ള സംഭവം മാത്രമേ ഇരിക്കില്ല. ഇപ്പൊ നമ്മൾ ടാബ് അടിച്ച് ഇങ്ങനെ ടാബ് എന്നുള്ള കീ ഉണ്ട്, ടാബ് എന്നുള്ള കീ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഫോക്കസ് മാറി മാറി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു GUI കമ്പോണന്റ് വേറെ GUI കമ്പോണന്റിലോട്ട് പോകും, അവിടുന്ന് വേറെ കമ്പോണന്റിലോട്ട് പോകും. അങ്ങനെ ടാബ് എന്നുള്ള കീ പ്രസ് ചെയ്യുമ്പോൾ ഫോക്കസ് മാറി മാറി വരുന്നത് അത് വേറൊരു ഇവന്റാണ്. അപ്പോൾ ബട്ടണിലോട്ട് ഒരു ഫോക്കസ് വരുമ്പോൾ ഫോക്കസ് എന്നുള്ളൊരു ഇവന്റ് വന്ന് ഓൺ ഫോക്കസ് ഉള്ള അങ്ങനെ ഒരു ഇവന്റ് ഒക്കെ വരും. ഫോക്കസ് പുറത്തോട്ടും ഫോക്കസ് ഔട്ട് അങ്ങനെ കുറെ വേറെ ഇവന്റ് ഒക്കെ വരുന്നുണ്ട്. ഒരു ബട്ടണിൽ നിന്ന് തന്നെ പല ടൈപ്പില് അല്ലെങ്കിൽ ഒരു ഇവന്റ്സ് വരാം. ഇങ്ങനെ വിചാരിക്കാം ഒരു GUI കമ്പോണന്റ്, ഇങ്ങനെ വിചാരിക്കാം ഏതോ ഒരു GUI കമ്പോണന്റ് ഉണ്ട്. ആൾക്കാർ ഒരു G1 നമ്മൾ നെയിം കൊടുത്ത് വിചാരിക്കാം. ആ GUI കമ്പോണന്റിൽ നിന്നും പല ടൈപ്പിലെ ഇവന്റ്സ് വരാം. ആക്ഷൻ ഇവന്റ് എന്നുള്ള ഇവന്റ് നടക്കാം, ഐറ്റം ഇവന്റ് എന്നുള്ള ഇവന്റ് നടക്കാം, അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ് എന്നുള്ള ഇവന്റ് നടക്കാം. അത് ഏതോ ഒരു GUI കമ്പോണന്റ് എത്ര മനസ്സിലാക്കി ഒരു കമ്പോണന്റ് ഒരു GUI ഒരു ബട്ടൺ അല്ലെങ്കിൽ അങ്ങനത്തെ ടെസ്റ്റ് ഫീൽഡ് അങ്ങനത്തെ ഒരു കമ്പോണന്റിൽ നിന്ന് ഒരു ഇവന്റ് മാത്രമല്ല ചാൻസ് ഉള്ളത് മോർ ദാൻ വൺ ഇവന്റ്സ് ആ GUI കമ്പോണന്റിൽ നിന്ന് പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ജാവയുടെ റൂൾ അനുസരിച്ച് ആക്ഷൻ ഇവന്റ് എന്നുള്ള ഗ്രൂപ്പിലാണ് വന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബട്ടണിൽ നിന്ന് ആക്ഷൻ ഇവന്റ് എന്നുള്ള ഒരു ഇവന്റ് ഉണ്ടായി. അതിന്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഇവന്റ് ഒബ്ജക്റ്റ് എന്നുള്ള ഒബ്ജക്റ്റ്, അത് രണ്ടാമത്തെ പാർട്ട് കൊടുക്കുന്നത് ഇവന്റ് ഒബ്ജക്റ്റ് എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ടായി. അപ്പൊ ഈ പർട്ടിക്കുലർ ബട്ടൺ G1 എന്നുള്ള ബട്ടൺ അല്ലെങ്കിൽ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആരോ ആ പ്രോഗ്രാമിന്റെ ഏതൊരു പാർട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നീട് ഉള്ള കേസ് അത് പിന്നീട് പറഞ്ഞുതരാം. അതുപോലെ ടാബ് അടിച്ച് വരുന്നു വിചാരിക്കാം. ബട്ടണോട്ട് ഫോക്കസ് വരുമ്പോൾ
ഫോക്കസ് ഇവന്റ് ഒരു ഇത് ഇവന്റ് അപ്പൊ ഒരു കമ്പോണന്റിൽ തന്നെ പല ടൈപ്പിലെ ഇവന്റ്സ് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ജാവയുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി OS എന്ന് വിചാരിക്കാം. OS ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. ഏതെങ്കിലും ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് ഒരു പ്രോഗ്രാം തരാം. എൻ്റെ കോഡിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കോഡിലോട്ട് പോകുന്നില്ല. ജസ്റ്റ് ആ ലോജിക്ക് മനസ്സിലാക്കിയിരിക്കാനുള്ള കാര്യം മാത്രം നോക്കുക. ഇപ്പം ഞാൻ ചെയ്തതിനനുസരിച്ച് ഈ പ്രോഗ്രാമിൽ ഒരു സിമ്പിളായിട്ടൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് 2 ടെസ്റ്റ് ഫീൽഡുണ്ട്. നമുക്ക് N-ന്റെ R-ന്റെ വാല്യൂ ടൈപ്പ് ചെയ്യാം. പിന്നെ 2 ബട്ടണും ഉണ്ട്. ഫൈൻഡ് NCR എന്നുള്ള ബട്ടൺ, ഫൈൻഡ് NCR എന്നുള്ള ബട്ടൺ, 2 ബട്ടൺ ഉണ്ട്. ഒരു വലിയ പ്രൊജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറെ കോംപ്ലിക്കേറ്റഡ് കാര്യം ചെയ്യുന്ന ഒരു GUI ആണെന്നുണ്ടെങ്കിൽ അതിൽ 2 ബട്ടണായിരിക്കും, ചിലപ്പോൾ 10-15 ബട്ടണൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ ബട്ടൺ എണ്ണം കൂട്ടും തോറും, ഒരു പ്രോഗ്രാമിൽ ബട്ടണിന്റെ എണ്ണം കൂടും തോറും OS ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യണമെന്നില്ല. ഓരോ ക്ലിക്ക് നടക്കുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തോളുള്ളതുകൊണ്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും, OS അല്ലെങ്കിൽ ജാവയുടെ സോഫ്റ്റ്വെയർ ഡിറ്റക്ട് ചെയ്യില്ല. അത് പിന്നെ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടാതൊക്കെ വരാം. അപ്പോൾ സ്ക്രീനിൽ ബട്ടൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടണിൽ, പക്ഷെ സ്ക്രീനിൽ ഒരു 10 ബട്ടൺ ഉണ്ടെന്ന് വിചാരിക്കാം. 10 ബട്ടണിലും ഏത് സമയത്തും നമ്മൾ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 10 ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യണം. അത് ഈ 10 ബട്ടണിലും ആക്ഷൻ ഇവന്റ് ക്ലിക്ക് എന്നുള്ള എന്ന് പറഞ്ഞാൽ ആക്ഷൻ എന്നുള്ള ഇവന്റാണ്. ഈ ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കുന്നുണ്ടോ എന്നുള്ളത് 10 ബട്ടണിന്റെ ബാക്ക്ഗ്രൗണ്ടിലും, ഈ ബാക്ക്ഗ്രൗണ്ടിൽ 10 ബട്ടണിലും ഇപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രോസസ്സിങ് നമ്മളറിയാതെ കൂടിക്കൊണ്ടിരിക്കണം. ബട്ടന്റെ എണ്ണം കൂടുന്നോറും അത് പ്രശ്നമായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലോഡ് കൂടിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, ഈ വേറെ ഇതുണ്ട്, മൗസ് ഡ്രാഗ് അല്ലെങ്കിൽ മൗസ് മൂവ്, അങ്ങനെ കുറെ ഇവന്റ് ഒക്കെ ഉണ്ട്, മൗസ് ഇവന്റ് ഒക്കെ ഉണ്ട്. ആ മൗസ് ഇവന്റ് ചിലപ്പോൾ നമ്മൾ ഈ ബട്ടന്റെ മുകളിൽ കൂടി മൗസ് മൂവ് ചെയ്യിക്കുമ്പോൾ, മുകളിൽ കൂടി മൗസ് മൂവ് ചെയ്യിക്കുമ്പോൾ ഈ കളർ ചെറുതായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഈ ബട്ടന്റെ മുകളിൽ കൂടി മൗസ് മൂവ് ചെയ്യിക്കുന്നുണ്ടാവുന്നുള്ളത് കണ്ടിന്യൂസ് ചെക്ക് ചെയ്യണം. അത് ചിലപ്പോൾ മൗസ് ഇവന്റ് എന്നുള്ള വേറെ ഇവന്റ് ആയിരിക്കും. ആ ഇവന്റ് നടക്കുന്നുണ്ടാവുന്നതും ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഈ മൗസിലോട്ട് അല്ലെങ്കിൽ ഈ ബട്ടണിലോട്ട് ഫോക്കസ് വരുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. ടാബ് അടിച്ച് ബട്ടണിൽ ഫോക്കസ് വരുമ്പോൾ ഫോക്കസ് ഇവന്റ് എന്നുള്ള ഇവന്റ് നടന്ന്, അങ്ങനെ ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തോ കാര്യം ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യണം. ഈ ബട്ടണിലോട്ടൊക്കെ ഫോക്കസ് വരുന്നുണ്ടോ എന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെയായിരിക്കും ഒരു ബട്ടൺ വെറുതെ സ്ക്രീനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബട്ടണിൽ നിന്ന് ഒരു 5-6 ടൈപ്പിലെ ഇവന്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 5-6 ടൈപ്സിലെ ഇവന്റ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇവന്റ്സ്, ഈ 5-6 ടൈപ്പിലെ ഇവന്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ബട്ടണിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് OS അല്ലെങ്കിൽ അവിടെ സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് സിസ്റ്റത്തിന് ലോഡാവുകയാണ്. കാരണം നമ്മുടെ പ്രോഗ്രാമിൽ 20 ബട്ടൺ ഉണ്ടെങ്കിൽ, GUIയിൽ ഒരു 10 അല്ലെങ്കിൽ 10 ബട്ടൺസ് ഉണ്ടെങ്കിൽ, ഈ 20 ബട്ടൺസിലും ഒരു 5 ടൈപ്പിലെ ഇവന്റ്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് ചെയ്യുക. 20 ടൈപ്പ് ബട്ടൺസിൽ ഈ 5 ഇവന്റ്സ് നടക്കുന്നുണ്ടെന്നുള്ള കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ ലോഡ് ഇങ്ങനെ കൂടി വരും.
നമ്മളൊരു ജാവയുടെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉള്ളതാണ്. ഈ ബട്ടണിൽ നിന്ന് 5-6 ടൈപ്പിൽ ഇവന്റ്സ് വരുമെന്ന് വിചാരിക്കാം, വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ജാവയുടെ റൂൾ അനുസരിച്ച് ഈ ബട്ടണിൽ ക്ലിക്ക് എന്നുള്ള ഒരു ഇവന്റ് വരാം, അല്ലെങ്കിൽ ബട്ടന്റെ മുകളിൽ കൂടി മൗസ് മൂവ് മൗസ് ഓവർ എന്നുള്ളൊരു ഇവന്റ് വരാം. ആ ഒരു റൂൾ അനുസരിച്ചുള്ളതാണ്. അല്ലെങ്കിൽ ടാബ് അടിച്ച് ഫോക്കസ് വരുമ്പോൾ ഫോക്കസ് ഓൺ ഫോക്കസ് ഔട്ട് അങ്ങനെ വേറെ ടൈപ്പിൽ ഇവന്റ്, അങ്ങനെ 2 ടൈപ്പിൽ ഇവന്റ് ജാവയുടെ റൂൾ അനുസരിച്ച് തന്നെ ഉണ്ട്. പക്ഷെ അപ്പം ജാവയുടെ റൂൾ അനുസരിച്ചുള്ള എല്ലാ ഇവന്റും ഈ ബട്ടണിൽ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോയത് സിസ്റ്റത്തിൽ ലോഡ് ആവുന്നുണ്ട്. ആ ലോഡ് കുറക്കാൻ വേണ്ടി ജാവ ഒരു ഫെസിലിറ്റി പോലെ തരുന്നുണ്ട്. ആ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് സിസ്റ്റത്തിന്റെ ലോഡ് നമ്മൾ കുറക്കാൻ പറ്റും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിങ്ങിന്റെ കോംപ്ലിക്കേഷൻ കൂടും. അതായത് സ്കില്ലുള്ളവർക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും എന്ന രീതിയിലാവും. കാരണം കുറച്ച് അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ കൂടി പഠിച്ചിരുന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന് വന്ന ലോഡ് കുറക്കാൻ പറ്റും. അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം ഈ നമ്മൾക്ക് ഈ പ്രോഗ്രാമർക്ക് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ അയാൾ ക്ലിക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ളതെന്ന് വിചാരിക്കാം. ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യണം. അല്ലാതെ മൗസും അതിന് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, അത് ഡിറ്റക്ട് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യം അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ടാബ് അടിച്ച് ഫോക്കസ് വരുമ്പോൾ അയാൾക്കൊന്നും ചെയ്യാനില്ലെന്ന് വിചാരിക്കാം. ഒരു ബട്ടണിലോട്ട് ഫോക്കസ് വന്ന് ആ പ്രോഗ്രാമിൽ ഒന്നും ചെയ്യാനില്ല, അങ്ങനെയൊക്കെ വിചാരിക്കാം. ക്ലിക്ക് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം OS ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ പ്രോഗ്രാമിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യും. ഒരു ബട്ടൺ ആഡ് ചെയ്താൽ സ്ക്രീനിൽ ബട്ടൺ വരുന്നേ ഉള്ളൂ. സ്ക്രീനിലോട്ട് ഒരു ബട്ടൺ ആഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു സോഴ്സിന് ആഡ് ചെയ്ത് വെച്ച് ആ ബട്ടൺ പിന്നെ സോഴ്സ് ആകാം. അതിൻ്റെ കൂടെ ഈ ബട്ടണിൽ നിന്ന് ഏതൊക്കെ ടൈപ്പിലെ ഇവന്റ്സ് വരാം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പിൽ ഇവന്റ്സ് ആണ് പ്രോഗ്രാമർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നുള്ളത് ആ ബട്ടൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ ബട്ടൺ മാത്രമേ വേറെ കുറെ കമ്പോണൻസ് ഒക്കെ ഉണ്ടാവും. ചെക്ക് ബോക്സ് ഉണ്ടാവും, റേഡിയോ ബട്ടൺ ഉണ്ടാവും, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതിനെല്ലാം പല ടൈപ്പിലെ ഇവന്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ കമ്പോണന്റ് ആഡ് ചെയ്യും. ആ കമ്പോണന്റിലെ എല്ലാ ഇവന്റ്സും പ്രോഗ്രാമറിന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, അയാൾക്ക് ആവശ്യമില്ലാത്തൊക്കെ ആയിരിക്കും. അയാൾക്ക് ആവശ്യമുള്ള കുറച്ച് ഇവന്റ്സ് ഉണ്ടാകും. ആ ഇവന്റ്സ് മാത്രം ചെക്ക് ചെയ്താൽ മതി എന്ന് OSന് ഇൻഫോം ചെയ്യും. അപ്പം ആ ഇൻഫോം ചെയ്യണ ഇവന്റ്സ് മാത്രമേ OS ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ OSലുള്ള ലോഡ് കുറയും. പ്രോഗ്രാമിന്റെ ഡിഫിക്കൽറ്റി കോംപ്ലിക്കേഷൻ കൂടും. സാമ്പിൾ ഒരു കോഡ് കാണിച്ചു തരാം. അതാണ് എഴുതിയത്. ഒരു വലിയ കോഡാണ്. ഇപ്പൊ അടുത്ത മോഡിലേക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഈ ഇവന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിന് പറഞ്ഞുതരാം. ഞാനിപ്പോ 2 ബട്ടൺ നിങ്ങൾക്ക് കാണിച്ച GUIയിൽ ഫൈൻഡ് NPR, ഫൈൻഡ് NCR എന്ന് പറഞ്ഞ 2 ബട്ടൺ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ GUI കമ്പോണന്റ് വരണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കണപ്പടം പഠിക്കണമെന്നില്ല, പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഏത് കമ്പോണന്റ് ആണ് വരേണ്ടത് അതിന്റെ ബിൽറ്റിംഗ് ക്ലാസ് ബട്ടൺ കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടൺ കൊടുക്കുക, ഡിഫറൻസ് ഒക്കെ ഉണ്ട്, പിന്നീട് പറഞ്ഞുതരാം. ബട്ടൺ വരാനായിട്ട് അല്ലെങ്കിൽ ഏത് കമ്പോണന്റ് ആണ് വരേണ്ടത് അതിന്റെ ക്ലാസ്, ഏതെങ്കിലും ഒരു വേരിയബിൾ നെയിം ഈക്വൽ ന്യൂ, ആ GUI കമ്പോണന്റിന്റെ ക്ലാസ്, ചിലപ്പോൾ ബ്രാക്കറ്റിൽ ചിലപ്പോൾ സൈസ് അല്ലെങ്കിൽ എനിക്ക് ആവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ചെയ്തിട്ടെന്ന് വെച്ചാൽ മെമ്മറിയിൽ ബട്ടൻ്റെ ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കി, ബട്ടൺ മെമ്മറിയിൽ റാമിൽ ഒരു ബട്ടൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്ക്രീനിൽ അത് ബട്ടൺ വന്നിട്ടുണ്ടാവില്ല. ഇതേപോലെ മെമ്മറിയിൽ ഫൈൻഡ് NCR എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാക്കി വെച്ച് അത് സ്ക്രീനിൽ വന്നിട്ടുണ്ടാവില്ല. സ്ക്രീനിൽ വന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് NPR, ആഡ് NCR എന്ന് പറഞ്ഞിട്ട് അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആഡ് കൊടുത്തു കഴിയുമ്പോൾ സ്ക്രീനിൽ വരുള്ളൂ. ഇവിടെ ആഡ് വേറെ കുറച്ചാരും കൂടി കൊടുത്തിട്ടുണ്ടാവും, പിന്നീട് പറഞ്ഞുതരാം. ആഡ് NPR, ആഡ് NCR എന്ന് എവിടെയും കൊടുത്തിട്ടുണ്ടാവും. ഈ ആഡ് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ സ്ക്രീനിലോട്ട് ആ ബട്ടൺസ് വന്നിട്ടുണ്ടാവുള്ളൂ. ഈ 2 ബട്ടൺ നമ്മൾ സ്ക്രീനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട്
ഞാൻ നേരത്തെ പറഞ്ഞത് ബട്ടണിന് പല ടൈപ്പ് ഇവന്റ്സ് ജനറേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. യൂസറിന്റെ ആക്ഷൻ അനുസരിച്ച് പല ടൈപ്പ് ഇവന്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പ്രോഗ്രാമർക്ക് അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ പ്രോഗ്രാമർക്ക് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം യൂസ് ചെയ്യാൻ നമ്മുടെ യൂസർക്ക് ക്ലിക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ OSന് ഇൻഫോം ചെയ്യും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് OSന് ഇൻഫോം ചെയ്യും. അങ്ങനെ ഇൻഫോം ചെയ്തില്ലെങ്കിൽ നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജാവക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യണം എന്ന് നമ്മൾ ഇൻഫോം ചെയ്യണം. അങ്ങനെ എല്ലാ ഇവന്റും കൂടി OS അല്ലെങ്കിൽ ജാവ സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറിന് ഓവർലോഡ് അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ബട്ടൺ നെയിം ഡോട്ട് ദിസ് കൊടുക്കും. അതിന്റെ സിന്റാക്സ് കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. ബേസിക് ലോജിക്ക് മാത്രം ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഈ ഡിസ്റ്റൻസ് കൊടുക്കുമ്പോൾ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കുന്നുണ്ടോ എന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യണം വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എന്നുള്ള ഇവന്റ് ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നുണ്ടോ ഇല്ലെന്ന് ചെക്കുള്ളൂ. അങ്ങനെ ആക്ഷൻ എന്നുള്ള ഇവന്റ് എന്ന് വെച്ചാൽ ക്ലിക്ക് എന്നുള്ള സംഭവം നടക്കുന്നുണ്ടോ എന്ന് ചെക്കാൻ പറ്റുള്ളൂ. NPR എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം നമ്മൾ സെറ്റ് ചെയ്ത്. NCR എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം നമ്മൾ സെറ്റ് ചെയ്ത്. പക്ഷെ ഈ ബട്ടണിൽ ഫോക്കസ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫോക്കസ് വന്നു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. അത് കൊടുക്കണം. ഇപ്പോൾ NPR എന്നുള്ള ബട്ടണിൽ ഫോക്കസ് വരുമ്പോൾ നമുക്ക് എന്തോ ചെയ്യാനുണ്ടായിരുന്നു വിചാരിക്കും. അങ്ങനെ ഈ ഫോക്കസ് വരുന്നുണ്ടോ എന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യണം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഫോക്കസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ് എന്താണെന്ന് വേർഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ വേർഡ് ഫോക്കസ് എന്ന് പറഞ്ഞ് വിചാരിക്കാം. ഫോക്കസ് പറഞ്ഞു കൊടുക്കും. ഓരോ കമ്പോണന്റിലും എന്തൊക്കെ ഇവന്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ അതെല്ലാം നമ്മളിങ്ങനെ ആഡ് ചെയ്ത് വെക്കൂല. ആഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞാൽ സിസ്റ്റത്തിന് ലോഡ് കൂടും. പ്രോഗ്രാമിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ യൂസർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഫോക്കസ് വരുമ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഫോക്കസ് വരുന്നുണ്ടോ, ബട്ടണിലോട്ട് കൺട്രോൾ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണിത്. അപ്പം ഇങ്ങനെ രണ്ട് കൊടുത്തിരുന്നു എന്ന് വിചാരിക്കാം. NPR ഡോട്ട് ആഡ് ആക്ഷൻ ലിസ്റ്റ് എന്നും കൊടുത്ത് NPR ഡോട്ട് ആഡ് ഫോക്കസ് ലിസ്റ്റിനും കൊടുത്തിട്ടുണ്ടെങ്കിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യും. അതിൽ ഫോക്കസ് ലിസ്റ്റിനൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാബ് അടിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും കൺട്രോൾ ബട്ടണോട്ട് വരും. ഒരു സെലക്ട് ചെയ്ത പോലെ ഇതിൽ ബട്ടണോട്ട് വരുവാണ്. ആ ടൈമിൽ ആ ബട്ടൺ സെലക്ട് ചെയ്യുന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്തു. ഒരു ബട്ടൺ ആഡും ചെയ്ത് ബട്ടൺ സ്ക്രീനിൽ വന്നു കഴിഞ്ഞിട്ട് ആ കമ്പോണന്റിന്റെ കൂടെ അല്ലെങ്കിൽ ബട്ടന്റെ കൂടെ ആഡ് ആക്ഷൻ ലിസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അത് സോഴ്സ് ആകുന്നുള്ളൂ. വെറുതെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് NCR എന്നുള്ള ബട്ടൺ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്ക്രീനിലോട്ട് ആഡും ചെയ്ത് ഇവിടെ NCR എന്നുള്ള ബട്ടൺ ഓർഡർ മാറിപ്പോയാലും കുഴപ്പമില്ല. NCR എന്നുള്ള ബട്ടൺ ഇവിടെ സ്ക്രീനിലോട്ട് ആഡും ചെയ്ത്. പക്ഷെ ഞാനിപ്പോൾ ഈ NCR ഡോട്ട് ആഡ് ആക്ഷൻ ലിസ്റ്റ് എന്നുള്ളത് കമന്റ് ആക്കി കളഞ്ഞു അല്ലെങ്കിൽ ഡിലീറ്റ് കളഞ്ഞെന്ന് വിചാരിക്കും. അതൊരു സോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. സ്ക്രീനിൽ ഒരു ബട്ടൺ വെറുതെ കിടക്കുന്നു എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. അത് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് OSനോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ NCR എന്നുള്ള ബട്ടൺ ഇപ്പോൾ ക്ലിക്ക് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. ജാവ അത് കണ്ടുപിടിക്കുന്നില്ല. സോഴ്സ് ആകാനായിട്ടുള്ള കാരണം ഈ 3 കാര്യം ഉണ്ടെന്നോ, ഞാൻ 3ന്റെ ബേസിക്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോഴ്സ് ആകണം. ഇപ്പൊ ബട്ടൺ ഒരു സോഴ്സ് ആകാം. ഒരു സോഴ്സിൽ നിന്ന് മൾട്ടിപ്പിൾ ടൈപ്പിൽ ഇവന്റ്സ് ജനറേറ്റ് ആകാം ഒരു സിറ്റുവേഷൻ അനുസരിച്ച്. പക്ഷെ എല്ലാ ഇവന്റും ഏതൊക്കെ ഇവന്റ് ജനറേറ്റ് ആയി എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് എല്ലാം പോയി ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ സിസ്റ്റത്തിന് ലോഡ് ആകുന്നതുകൊണ്ട് ഓരോരു വർക്ക് ലോഡ് വരുന്നതുകൊണ്ട് ഈ പ്രോഗ്രാമർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസർ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഇവന്റ്സ് മാത്രമേ ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ കമ്പോണന്റിന്റെ കൂടെ ആ കമ്പോണന്റ് പ്രോഗ്രാമിൽ സെറ്റ് ചെയ്യും. ഈ ആക്ഷൻ എന്നുള്ള ഇവന്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നത് സെറ്റ് ചെയ്യും.
അതുപോലെ ഫോക്കസ് എന്നുള്ള ഇവന്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ NPR എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് എന്നുള്ള ഇവന്റ്, അത് ആക്ഷൻ എന്നുള്ള ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യും. അതുപോലെ NPR എന്നുള്ള ഇവന്റിൽ ഫോക്കസ് എന്നുള്ള ഇവന്റ്, അതായത് കൺട്രോൾ ഫോക്കസ് അത് വന്നിട്ടുണ്ടെങ്കിൽ അതും ഡിറ്റക്ട് ചെയ്തോളും. ഈ NPR എന്നുള്ള ബട്ടൺ സോഴ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ. ആക്ഷൻ എന്നുള്ള ഇവന്റിന്റെ സോഴ്സും ആകാം, ഫോക്കസ് എന്നുള്ള ഇവന്റിന്റെ സോഴ്സും ആകാം. ഇനി NPR എന്നുള്ള ബട്ടണിൽ അതുപോലെ ജാവയിൽ ഇപ്പോൾ ഒരു ഐറ്റം ലിസ്റ്റണർ എന്നുള്ള ഒരു ഇവന്റ് ഉണ്ട് വിചാരിക്കാം. ജാവയിൽ അങ്ങനെ ഒരു ഇവന്റ് ഉണ്ട് ഐറ്റം ലിസ്റ്റണർ എന്നുള്ളത്. ഐറ്റം ലിസ്റ്റണർ സാധാരണ യൂസ് ചെയ്യാറുള്ളത് വെച്ചാൽ എന്തെങ്കിലും വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റം ലിസ്റ്റണർ എന്നുള്ള സംഭവം ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്കായില്ല എന്നുള്ള, അല്ലെങ്കിൽ അതിന് വാല്യൂ ചേഞ്ച് ആകുന്നുള്ള റിഫ്രഷ് കിട്ടും. ഡ്രാഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് ആകുന്നുണ്ടല്ലോ, അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് വരുന്നത് അതിന് വേണ്ടിയിട്ടായിട്ട് പറഞ്ഞുതരാം. പക്ഷെ ബട്ടണിൽ നിന്ന് കാരണം ബട്ടൻ്റെ ഒന്നും ചേഞ്ച് ആകാനില്ല. ബട്ടൻ്റെ ഓപ്ഷൻ എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ബട്ടൺ നമുക്കൊന്നും എൻ്റർ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ബട്ടൺ ഈ ഐറ്റം ലിസ്റ്റ് എന്നുള്ള ഇവന്റ് ജനറേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആഡ് ആക്ഷൻ ലിസ്റ്റ് ഐറ്റം ലിസ്റ്റിൽ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. ബട്ടൺ ഒരു പർട്ടിക്കുലർ GUI കമ്പോണന്റിൽ നിന്ന് ജനറേറ്റ് ആകാൻ ചാൻസ് ഉള്ള ഒരു സെറ്റ് ഓഫ് ഇവന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ യൂസറിൻ്റെ ഒരു ഇന്ററാക്ഷൻ നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ആക്ഷൻ എന്നുള്ള ഇവന്റ് ആയിരിക്കും നടന്നിരിക്കുന്നത്, ചിലപ്പോൾ ഫോക്കസ് എന്നുള്ള ഇവന്റ് ആയിരിക്കും നടന്നിരിക്കുന്നത്. ഏത് ഇവന്റ് ആണോ നടന്നിരിക്കുന്നത് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. അതായത് ഇപ്പൊ GUI-ൽ G1 എന്നുള്ള ബട്ടൺ G1 എന്നുള്ളൊരു ബട്ടൺ ഇത്രയും ഇവന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ IT ഇവന്റ് അഡ്ജസ്റ്റ്മെന്റ് ഇവന്റ് ഒന്നും ബട്ടണായിട്ട് ഇതിൽ നമ്മൾ ലിസൺ ചെയ്യാൻ ആഡ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ G1 എന്നുള്ള ബട്ടണിലോട്ട് അല്ലെങ്കിൽ NPR എന്നുള്ള ബട്ടണിലോട്ട് ആക്ഷൻ ഇവന്റും ഫോക്കസ് ഇവന്റും നമ്മൾ ആഡ് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കും. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു ഇവന്റ് ഒബ്ജക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ ആക്ഷൻ ഇവന്റാണ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ ഇവന്റ് എന്നുള്ളൊരു ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. ഒരു ഇവന്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആക്ഷൻ ഇവന്റ് എന്നുള്ള ക്ലാസ് ഉണ്ട്. ആ ക്ലാസിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. എന്താണ് സംഭവിച്ചത്? ഇന്ന പർട്ടിക്കുലർ ലൊക്കേഷൻ XY ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ബട്ടൺ റൈറ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് എന്താ ക്ലിക്ക് ചെയ്ത ഇൻഫർമേഷൻ മുഴുവൻ ആ വേരിയബിളിൽ ഉണ്ടാവും. അത് പിന്നീട് പറഞ്ഞുതരാം. ഫോക്കസ് എന്നുള്ള ഇവന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ഇവന്റ് എന്നുള്ള ക്ലാസ് ഉണ്ട്. ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യും. ഫോക്കസ് വരികയാണ് പോവുകയാണ്, ഫോക്കസ് വന്നാണോ അല്ലെങ്കിൽ ഫോക്കസ് പുറത്തോട്ട് പോവുകയാണ്, ഏത് എന്താണെന്നുള്ളതൊക്കെ ആ ഒബ്ജക്റ്റിൽ ഉണ്ടാവും. ഇവന്റ് നടന്നു കഴിയുമ്പോൾ ഇവന്റ് സോഴ്സ് ഇവന്റ് ഒബ്ജക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ എടുത്താൽ തീരില്ല. കാരണം ഈ ലാസ്റ്റ് 2 പോയിന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഇവന്റ് ഒബ്ജക്റ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ, എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റ് ഒബ്ജക്റ്റ് ഉണ്ടാവും. ഇങ്ങനെ സംഭവം നടന്നു കഴിയുമ്പോൾ ഈ നടന്നോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിൽ വേറൊരു പാർട്ട് ഉണ്ടാവും. ആ പാർട്ടിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇന്നിപ്പോൾ തീരില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. 3 കാര്യം ഇവന്റ് ഫസ്റ്റ് പാർട്ടോടത്തെ ഞാൻ പറഞ്ഞോളൂ. ഇവന്റ് ഒബ്ജക്റ്റ് സംഭവിക്കുന്ന കാര്യം, ഇവന്റിന് വേണ്ടി ആരോ കാരണം ഇപ്പൊ NPR എന്നുള്ള ബട്ടൺ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ OS നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ OS മനസ്സിലാക്കി എടുക്കും NPR എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ള OS മനസ്സിലാക്കി എടുക്കും. പക്ഷെ നമ്മൾക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാമർക്ക് കോഡ് ഇങ്ങനെ ആയിരിക്കും. അത് NPR എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റിൽ ചിലപ്പോൾ C1 എന്നുള്ള ക്ലാസ് ഉണ്ടാവും, C2 എന്നുള്ള ക്ലാസ് ഉണ്ടാവും, C3 എന്നുള്ള ക്ലാസ്, അങ്ങനെ കുറെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ C1-ൽ എന്തോ കാര്യം ചെയ്യാനുണ്ട്,
C2 എന്നുള്ള ക്ലാസ്സിൽ വേറെ എന്തോ കാര്യം ചെയ്യാനുണ്ട്, C3 എന്നുള്ള ക്ലാസ്സിൽ വേറെ എന്തോ ചെയ്യാനുണ്ട്, C4 C5 ഒന്നും ചെയ്യാനില്ല. അങ്ങനെ വിചാരിക്കാം. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ C1 C2 C3 ഉള്ള കോഡിൽ കുറച്ച് കോഡ്സ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ C1 C2 C3 ആണ് ലിസണർ എന്ന് പറയുന്നത്. ഇപ്പൊ ലിസണർ എന്ന് പറയുന്നത് C1 C2 C3 ലിസണർ ആയിരിക്കും. ഇങ്ങനെ ഇവന്റ് നടന്നു കഴിയുമ്പോൾ ആ C1 C2 C3 ഇൻഫർമേഷൻ കിട്ടും, C4 C5 കിട്ടൂല. അത് ഇന്നിപ്പോ നെക്സ്റ്റ് ക്ലാസ് എന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇവന്റ് സോഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഒരു ലോജിക്കിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഭവമാണത്. പെട്ടെന്ന് മനസ്സിലാവില്ല. പ്രോഗ്രാം കുറച്ചും കൂടി എടുത്ത് വരുമ്പോഴേക്കും കുറച്ചും കൂടി മനസ്സിലാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സ്റ്റാർട്ടിങ് മനസ്സിലായിരുന്നു ഇവന്റിന്റെ. സ്റ്റാർട്ടിങ് മനസ്സിലാവില്ല എന്നുള്ളത് ടൈപ്പ് ചെയ്തേക്കാം. ഇവന്റ് സോഴ്സ് എന്താണെന്നുള്ളത്, ഒരു ബട്ടൺ ഇവന്റ് സോഴ്സ് ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. സിൻടാക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. സിൻടാക്സ് പിന്നീട് പ്രോഗ്രാം ഡീറ്റെയിൽ പഠിക്കുമ്പോൾ ചെയ്യാം. ലോജിക്കിന് മാത്രം ശ്രദ്ധിക്കുക. അത് ലോജിക്ക് മനസ്സിലായാൽ പറഞ്ഞാൽ മതി. സിൻടാക്സ് കൺഫ്യൂഷൻ ഉണ്ടാവും, അതിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. ശരി, താങ്ക് യു. വെച്ചിട്ടേക്കുന്നു.